ജീവിതം പോകുന്നത്. റെക്കോർഡാണ് ജീവിതം, ജീവിതമാണ് റെക്കോർഡ്. എന്താണ് കലയാണ് കാല് പിടിക്കൽ. ആരുടെയും ചെയ്യുന്നൊരു സൈൻ കിട്ടിയാൽ മതി. ഞാനിങ്ങനെ സൈന് ബേസിൽ കർശനമുണ്ട്. മാമിൻ്റെ അടുത്ത് കൊടുക്കും. മാമിൻ്റെ ആണെന്നും കൂടെ അറിയില്ല. അല്ലെങ്കിൽ കയ്യിൽ സൈൻ കിട്ടിയാൽ മതി. സൈന് മൊത്തം കാണാൻ എല്ലാവരുടെയും പിന്നാലെ ഓടണം. ഇന്ന് മടിയായി ഓടാൻ. അതെന്താ ഇന്ന് കൊറേ ആൾക്കാർ ഓടുന്നുണ്ട്. ഒരു കൂട്ടി ഓട്ടം നടത്താനെ കൊണ്ട് വയ്യ. ക്ലാസ് കട്ടാക്കി ഓടുക. ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇത് ജസ്റ്റ് എനിക്ക് മോഡൽ എക്സാംസ് ആയതുകൊണ്ട് മോഡൽ എക്സാംസിൻ്റെ കുറച്ച് ദിവസവും അതിൻ്റെ മുന്നത്തെ ദിവസങ്ങളും ഉള്ളൊരു വ്ളോഗാണ്. ഇത് മെഡിക്കോണിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കോളേജിൽ നിന്ന് കുറച്ച് കുട്ടികളും ഞങ്ങളുടെ ക്ലാസ്സിൽ നിന്നും പിന്നെ വേറെ കുറച്ച് സീനിയർ ബാച്ചസ് എന്നുള്ള കുട്ടികളും പിന്നെ കമ്മ്യൂണിറ്റി മെഡിസിൻ കുറച്ച് ടീച്ചേഴ്സും ഒക്കെ ആയിട്ട് നമ്മൾ ഈ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ, സർവൈക്കൽ ക്യാൻസറിനെ കുറിച്ചൊക്കെയുള്ള അവയർനെസ് ക്ലാസ്സസും പ്ലസ് അതിൻ്റെ തന്നെ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇഫ് അത് എന്തെങ്കിലും നമുക്കൊരു ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്യും. പിന്നെ സർവൈക്കൽ ക്യാൻസർ ആണെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ വന്ന് പാപ്സ്മിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും വേണ്ടിയിട്ട് ഫ്രീ ആയിട്ടുള്ള പാപ്സ്മിയർ ടെസ്റ്റ് ചെയ്യാനുള്ളതും ഒക്കെ നമ്മൾ അവരെ അറിയിക്കാനും കൂടെ വേണ്ടിയിട്ട്. ഹലോ ഗായ്, സോ ഇവിടെ നടക്കാൻ പോകുന്നത് എന്താണ്? അല്ല, ഇലക്ഷനൊക്കെ കഴിഞ്ഞു. ഇത് ഇലക്ഷൻ്റെ സംഭവങ്ങളാണ്. എലക്ഷൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ചെയ്തിരിക്കുകയാണ്. കൃഷ്ണപ്രിയയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ദൂരത്തുനിന്നൊരു ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ നല്ല ഊള കോലത്തിലാണ് ഫോം പാർട്ടിക്ക് പോകുന്ന ഒരു. പക്ഷെ നമുക്ക് എക്സാം ആയതുകൊണ്ട് നമുക്ക് ഹോസ്റ്റലിൽ പോയി ഡ്രസ്സ് മാറ്റി ഒന്നും പോകാനുള്ള നേരമില്ല. പക്ഷെ പോണേനും അതിൻ്റെ ഒരു ഇതിലാണ് നമ്മൾ ഈ എങ്ങനെയാണ് നമ്മൾ സ്റ്റഡീസും കൂടെ എൻജോയ്മെന്റും ബാലൻസ് ചെയ്യാന്നുള്ളതാണ് ഈ വീഡിയോ നമ്മൾ കാണിച്ചത്. പ്രോഗ്രാം നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ഫോം പാർട്ടി ആയതുകൊണ്ടും എനിക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തതിനെ കൊണ്ടും എനിക്ക് വീഡിയോസ് ഒന്നും കിട്ടിയില്ല. അത് കഴിഞ്ഞ് കുളിച്ച പോലെയാണ് കുളിച്ചിട്ടാണ് ശരിക്കും നമ്മൾ തിരിച്ച് ബീച്ചിലെത്തുന്നത്. ബാലൻസ് ചെയ്യണമല്ലോ, അപ്പോൾ പഠിക്കും വേണമല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം പഠിക്കണം. എക്സാമാണ് ഫാർമക്കോളജി. ഇപ്പോൾ ഫാർമക്കോളജി എക്സാംസ് ഞങ്ങൾക്ക് 1 and 2 കഴിഞ്ഞു. 1 and 2 കഴിഞ്ഞപ്പം 2 ഏതായിരുന്നു ഈസി? ഇപ്പം അടുത്ത് ആഫ്റ്റർ എക്സാംസ് നമ്മൾ കൃഷ്ണപ്രിയൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു. നമ്മൾ കേക്കൊക്കെ മുറിച്ചു. Hello, so pathology 1 is over. It was not quite good. And pathology 2 ആണ് ഇനിയുള്ളത്. pathology 2-ന് വേണ്ടി നമുക്ക് 3 ദിവസമുണ്ട്. ദാറ്റ് സാറ്റർഡേ, സൺഡേ ആൻഡ് മൺഡേ. അപ്പോൾ ഐ എം ഗോയിങ് ടു സ്റ്റഡി pathology. ഇത്രയും സിസ്റ്റംസാണ് നമ്മൾ ഈ 3 ദിവസം കൊണ്ട് തീർക്കുന്നത്. 300 rupees ഗൈസ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ മഴ കൊള്ളാം, അതുകൊണ്ട് അശ്വതി അത് വേണ്ടാന്ന് വിചാരിച്ചു. നമ്മൾ ഹോസ്പിറ്റലിൽ വന്നു. അശ്വതിക്ക് ചെവി കേൾക്കുന്നില്ല ഗൈസ്. ലെഫ്റ്റ് ചെവി ഒന്നും കേൾക്കുന്നില്ല. നമ്മൾ OP ടിക്കറ്റ് ഒക്കെ എടുത്ത് പോവാണ്. ശക്തി തിരിച്ചു കിട്ടുക. നമ്മളെ പാത്തോളജി 2 എക്സാം കഴിഞ്ഞു. അതും മോശം എന്ന് വെച്ചാൽ നമ്മൾ വിചാരിച്ചതും പഠിച്ചതുമായിട്ടുള്ള ഭാഗത്ത് നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചത്. essay ക്വസ്റ്റ്യൻ്റെ ഡയഗ്നോസിസ് എനിക്ക് തെറ്റിപ്പോയി ഫസ്റ്റ്. അപ്പോൾ ഡയഗ്നോസിസ് തെറ്റിയതിനെ കൊണ്ട് ആ ക്വസ്റ്റ്യൻ മൊത്തം അത്യാവശ്യം പോയി എന്നാണ് തോന്നുന്നത്. അപ്പോൾ അത് പോയി, essay പോയി. ബാക്കിയൊക്കെ ഉള്ളതിലും അതായത് ഷോർട്ട് എസ്സേയിലും ഷോർട്ട് ആൻസേഴ്സിലും ഒക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് അറിയാമെങ്കിൽ അതേപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് അറിയില്ല, അങ്ങനെയായിരുന്നു. പിന്നെ MCQs ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാത്തോളജി 2ഉം അപ്പം 4 മണിക്ക് എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ 8 മണിയായി സമയം. 8 മണി വരെ ഞങ്ങൾ കിടന്നുറങ്ങായിരുന്നു. കാരണം പാത്തോളജിക്ക് ഇത്ര ദിവസം കിട്ടിയിട്ടും നമ്മൾ അത്രയൊക്കെ പഠിച്ചു. 3 days നമ്മൾ നന്നായിട്ടൊക്കെ പഠിച്ചു. പക്ഷേ ഉറങ്ങാനൊന്നും ഇതിന് പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് വന്നിട്ട് ഉറങ്ങി. ഇപ്പോൾ ആകെ ഒരു ദിവസമേ ഉള്ളൂ മൈക്രോബയോളജി 1-നും അതേപോലെ മൈക്രോബയോളജി 2-നും പിന്നെ ഒരു ദിവസമേ ഉള്ളൂ. സോ യു ഹാവ് ടു സ്റ്റാർട്ട് സ്റ്റഡിങ്. സോ ദ തിങ് ഈസ് ദാറ്റ് നമുക്ക് പാത്തോളജി 3 days കിട്ടിയപ്പം ഫുൾ പാത്തോളജി പഠിച്ച് നമ്മൾ ഏകദേശം സാച്ചുറേറ്റഡ് ആയിപ്പോയി, ഇതുപോലെ ആയിപ്പോയി. അപ്പം അത് കഴിഞ്ഞിട്ട് മൈക്രോബയോളജി പഠിക്കണം എന്നിങ്ങനെ നമുക്ക് തോന്നും. പക്ഷെ എന്നാലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും എക്സാം എഴുതാൻ പറ്റിയില്ലല്ലോ, ചെയ്യാനൊന്നും അത്ര പറ്റിയില്ലല്ലോ. അപ്പോൾ അതിനെക്കൊണ്ട് ഇനി അടുത്ത മൈക്രോ എടുത്ത് പഠിക്കാനും അതിനാണെങ്കിൽ ഇതിനേക്കാളും പഠിക്കാനും ഉണ്ട്. പക്ഷെ അത് നമുക്ക് ടൈം കിട്ടുക, അതാണ് പ്രശ്നം.
എക്സാം എങ്ങനെയുണ്ടായിരുന്നു അശ്വതി? പറയുന്ന അശ്വതിയാണ് ഇപ്പൊ കൊറേ എഴുതിയത്, അവളെല്ലാം എഴുതിയിട്ടുണ്ട്. ഓ MCക്ക് ഒരു 5 എണ്ണം പോയതിന്റെ പ്രശ്നം മാത്രമേ അശ്വതിക്കുള്ളൂ. അത് പോയിട്ടില്ല. അല്ല എനിക്ക് ഞാൻ വരയില് പഠിച്ചിട്ടില്ല. പിന്നെ ഏതാ മറ്റെന്താ ലൈസോജനിക് കൺവേർഷൻ 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ. അവിടെയും ഇവിടെയും ബാക്കിയെല്ലാം പഠിക്കാത്ത സാധനം വരെ ഓർത്തുന്ന് എഴുതി. നമുക്ക് ഉണ്ടാക്കാനും അറിയില്ലായിരുന്നു അത്. അങ്ങനെ ഫൈനലി നമുക്ക് എക്സാംസ് ഒക്കെ കഴിഞ്ഞു. എക്സാം കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്ന്. നമ്മളങ്ങനെ സാധാരണ ഫുഡ് ഉണ്ടാക്കാറില്ല PG യിൽ നിൽക്കുമ്പം. നമുക്ക് ഫുഡ് കൊണ്ടുതരുന്ന ചെയ്യാറ്. അപ്പം അങ്ങനെ പ്ലാൻ ചെയ്ത് നമ്മളൊരു മസാല ദോശ ഉണ്ടാക്കി. ഉഴുന്നിട്ടോ? നമ്മൾ ആദ്യമായിട്ട് ആക്ച്വലി കുക്കിംഗ് ചെയ്യുന്നത് ഇപ്പോഴാണ്. നമ്മുടെ PG ലൈഫ്. ഗൈസ്, നമ്മുടെ മസാല ദോശ ചമ്മന്തി, ബാക്കി വന്ന മസാല ചമ്മന്തി പടുക്കും അശ്വതി. ഓടിപ്പെടുത്തു അല്ലേ? അടിപൊളി. എടുക്ക് ചമ്മന്തി എടുക്ക്. നമ്മൾ ഉള്ളി. എന്റെ ദോശ എങ്ങനെയുണ്ട്? ചമ്മന്തി നമുക്ക് വേറെ ഇതിലേക്ക് കുറച്ചിട്ടാലോ? ഓ അടിപൊളി, പെർഫെക്റ്റ്, അടിപൊളി. കാണുമ്പോൾ എനിക്ക് തോന്നും നമ്മൾ നമ്മുടെ ദോശ കൊണ്ട് മലപ്പുറം ചെയ്യുന്നതാണ്. പക്ഷെ അല്ല, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്.